പല കേസിലാക്കണം പുതിയൊരു വീടിനോട് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ അമ്മയുടെ വീട്ടിലെ പൂക്കമാണ് ഗൈസ്. അത് കോട്ടയത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ കുറച്ച് പരിപാടി ഉണ്ട്, അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. പിന്നെ ഇപ്പോൾ രാത്രിയിലത്തെ ഗരുഡൻ വരും രാത്രി. അപ്പോൾ അതിൻ്റെ ചെണ്ടോട്ടലാണ്, അതുകൊണ്ടാണ് ശബ്ദം കുറവ് ഗൈസ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് കുറേ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോസ്റ്റ് മുണ്ടാണ് ഗൈസ്, മുണ്ടാണ് മുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് സംസാരിക്കാൻ സമയമില്ല, ഗരുഡൻ വരും. അപ്പോൾ നമുക്ക് നേരെ അങ്ങാടി പോകും ഗൈസ്. നമ്മുടെ നിശാമ്മയുടെ വീട്ടിലെ പരിപാടിക്ക് തൂക്കം എന്നാണ് ആ പരിപാടിയുടെ പേര്. അപ്പോൾ അതിൻ്റെ രാവിലെ തന്നെ ഒരു പരിപാടി ഉണ്ട്, ചെണ്ടോട്ടലിൻ്റെ പരിപാടി ഉണ്ട്. അത് തൂക്കം ആ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും അറിയിപ്പെന്നാണ് പറയണത് അതിനാ. അപ്പോൾ ചെണ്ടോട്ടിങ്ങനെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടിട്ടോ. അപ്പോൾ അത് കണ്ടിട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രാവിലത്തെ പരിപാടി. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി അത് സെറ്റ് പരിപാടിയാണ് കേട്ടോ. അതുവഴി നിങ്ങൾ കണ്ടിട്ടോ. അത് ഇത്തിരി അപ്പോഴാണ് ഗരുഡനൊക്കെ ഇറങ്ങുക. ഇതിനെ തൂക്കം എന്നല്ല പറയണം, ഗരുഡൻ തൂക്കം എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ അതുവഴി കണ്ടിട്ടോ. ഞാൻ ഇത് ഓരോരോ പാട്ടായിട്ട് എടുത്തേക്കണം, ഇങ്ങനെ കട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കണത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അവിടെ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ഇൻട്രോവേർട്ടാണല്ലോ, എല്ലാവരുടെ മുമ്പിൽ എടുക്കത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കണ്ടിട്ടോ. ബൈ.
ചെണ്ടമേളമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കണേണ്. കുറച്ചൊരു ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. അപ്പോൾ വീടിത്തിരി ശാന്തമായി. നമ്മൾ അകത്തൊന്ന് വീഡിയോ എടുക്കണേണ്. അപ്പം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. നാളെ രാവിലെ 6 മണി വരെ ഈ പരിപാടി നിൽക്കും. അപ്പം അമ്പലത്തിലൊക്കെ പോകണം. കുറേ പരിപാടി ഉണ്ട് ഗൈസ്. ഭയങ്കര പാടാണ് ഈ പരിപാടി. നമ്മൾ മുണ്ടൊക്കെ കൊടുത്ത് ചത്ത് കുഞ്ഞ മുണ്ടൂരി അവൻ പിടിച്ചിട്ടാണ് മുണ്ട് അതൊക്കെ ഓടിയത്. കുറേ പരിപാടി ഉണ്ട്. കോട്ടയത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യും. കഴിച്ചപ്പോൾ കഴിക്കാൻ കഴിച്ചിട്ട് വരാൻ കേട്ടോ. പപ്പടക്കള്ളൻ ഗൈസ്, പപ്പടക്കള്ളൻ പിടി. സദ്യ കഴിച്ചതിൻ്റെ പപ്പടം എടുത്തോണ്ട് വരുന്നവൻ പപ്പടക്കള്ളൻ. പപ്പടക്കള്ളൻ ദേ അടുത്ത പപ്പടക്കള്ളൻ. എല്ലാം പപ്പടക്കള്ളൻ മതി. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ വെറുതെ കടക്കണേന് സദ്യ കഴിച്ചിട്ടുണ്ട്. പപ്പടക്കള്ളനുണ്ട്. എല്ലാവർക്കും ക്ഷീണമാണ്. അപ്പൊ നമ്മള് റെസ്റ്റ് എടുക്കണാണ് കഴിച്ചു ഇവിടെ ഇരുന്ന്. റെസ്റ്റിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഗരുഡനൊക്കെ നപ്പന് ബൈബി രാവിലെ ഒരു ഡീപ്പ് പരിപാടി. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ കമ്പി ഓർമ്മ ബൈ ഗൈസ്. അപ്പൊ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് പരിപാടിയാണ്. പിന്നെ അതിനകത്ത് കുറേ സംഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ കുറേ പേരുണ്ടായിരുന്നു ഗൈസ്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത്തിരി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോണത്. അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ എടുക്കണത്. നമ്മൾ ഇൻട്രോവേർട്ട് ആണെന്നല്ലോ, അതുകൊണ്ടാണ് ഗൈസ് അപ്പം ഇങ്ങനെയൊക്കെ എടുക്കണത്. ആ പരിപാടി ഇത്തിരി ഞാൻ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. സെക്കൻഡ് പാർട്ട് നാളെ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടി ഞെക്കിക്കോ.